ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വെജിറ്റബിൾ സ്റ്റൂ ആണ്. തേങ്ങാപ്പാലൊക്കെ ചേർത്ത വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു കറിയാണ്. ഇത് അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും കൂടെ ഒക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. എങ്ങനെയാണ് ഈ വെജിറ്റബിൾ സ്റ്റൂ തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഒരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു വയനയില, ഒരു ഏലയ്ക്ക, ഒരു ചെറിയ കഷ്ണം പട്ട, തക്കോലത്തിന് 2 ചെറിയ ഇതൾ, ഇത് ഇത്രയും കൂടാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ തക്കോലത്തിന് പകരം 2 ഗ്രാമ്പു വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കുമ്പോൾ ആ എണ്ണയിലേക്ക് അതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങും. അപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തിലേക്ക് ഒരു മീഡിയം സൈസ് സവാള കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും, 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും, കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ അകത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്തതിന് ശേഷം ഈ സവാള വഴറ്റാൻ വേണ്ടി ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പം സവാള ഒരു ചെറിയൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഒത്തിരി അങ്ങ് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ സവാള കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തിലേക്ക് വെജിറ്റബിളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസ് ക്യാരറ്റാണ്. അത് ഇതുപോലെ ക്യൂബ് പോലെ കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ കോളിഫ്ലവർ ഒരു 6-7 ഇതൾ കോളിഫ്ലവറും, ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ക്യൂബ് പോലെ കട്ട് ചെയ്തതാണ്. അതിനുശേഷം 6 ബീൻസ് കട്ട് ചെയ്തതും, 1/2 കപ്പ് ഗ്രീൻ പീസ്. ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഫ്രോസൺ ഗ്രീൻ പീസ് ആണ്. അപ്പോൾ ഫ്രഷ് ഉണ്ടെങ്കിൽ ഫ്രഷ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ അതിലേക്ക് 2 പച്ചമുളക് കീറിയതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്ത വെജിറ്റബിൾ ഏതെങ്കിലും 1-2 ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ കയ്യിലുള്ളതുപോലെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും, അതായത് പെരിഞ്ജീരകം എന്ന് പറയുന്നത് വലിയ ജീരകമാണ്, അതിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തത്. അതിൻ്റെ കൂടെ വെജിറ്റബിളിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം സവാള വഴറ്റിപ്പോൾ അല്പം ഉപ്പാണ് ചേർത്തത്. അപ്പോൾ ഇത് വെജിറ്റബിളിന് വേണ്ടി ചേർത്ത് കൊടുത്ത ഉപ്പാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വെജിറ്റബിൾ സ്റ്റൂവിൽ നമ്മൾ അധികം പൊടികളൊന്നും ചേർക്കത്തില്ല, വളരെ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ചേർക്കത്തുള്ളൂ. ഇനി ഈ വെജിറ്റബിൾ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി തേങ്ങയുടെ 2ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് 2ാം പാലാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അതും കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ വെജിറ്റബിളെല്ലാം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പം ഒരു അടപ്പ് വെച്ചിട്ട് അടച്ച് ഒരു 8 മുതൽ 10 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ വെജിറ്റബിളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത വെജിറ്റബിളിൽ ഉരുളക്കിഴങ്ങാണ് കുറച്ചൊന്ന് സമയം എടുക്കുന്ന വേവാൻ. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക. ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തിലേക്ക് തേങ്ങയുടെ 1ാം പാല് ചേർത്ത് കൊടുക്കണം. ഞാൻ 1/2 കപ്പ് തേങ്ങയുടെ നല്ല കട്ടിപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1ാം പാല് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ 1ാം പാല് ചേർത്തതിന് ശേഷം ഒത്തിരി അങ്ങ് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കണം. അപ്പം 1ാം പാല് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ശരണ്യാസ് റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.